ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നീട് ഞാനിത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി. പാലിൽ കുഴച്ചെടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പാലിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനെ അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നീട് നമ്മളിതിന് മസാലക്കുള്ള കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 10 ആലു പൊറോട്ടയ്ക്ക് വേണ്ടുന്ന മസാല ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ല എങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ ഉരുളക്കിഴങ്ങിനെ. അതവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ നെയ്യിലേക്ക് പച്ചമുളക് കുനുകുനാന്നരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും അല്പം ഗരം മസാലയും അല്പം ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ മസാല കൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴത്തേനും നമ്മളെ പൊറോട്ട പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. പിന്നീട് ആ മസാല കൂട്ട് കോരി നടുക്കോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഒന്നുകൂടി പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ കോണായിട്ട് മടക്കി ഉണ്ടയാക്കി എടുക്കണം. അപ്പോൾ ഇത് 2-3 തരത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കുറച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞ് അതിനെ ഒന്നും കൂടി നമ്മൾ റോൾ ചെയ്യുക. പിന്നീട് നമ്മൾ ഈ മസാലയൊന്നും പുറത്തേക്ക് വരാതെ രീതിയിൽ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കേണ്ടതുണ്ട്. അമർത്തി പരത്തരുത്, കാരണം അതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് ചാടും, ഒട്ടിപ്പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ മെല്ലെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പരത്തി മാറ്റി വെക്കുക. അപ്പം ഞാൻ ഒന്നുകൂടി പരത്തുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു രീതിക്കും നമുക്ക് 2-3 ടൈപ്പിൽ പരത്തിയെടുത്ത് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ ടൈപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു റോളെടുത്ത് പരത്തി അതിലേക്ക് നമ്മളെ മസാല വെച്ച് പിന്നീട് അതേപോലെ ഒരു റോളും കൂടെ പരത്തി അതിൻ്റെ പുറത്ത് വെച്ച് പൊട്ടിച്ച് അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൽ പരത്തിയെടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ റോളും ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ചുട്ടെടുക്കാനായിട്ട് നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നല്ല ചൂടിൽ ഇട്ട് കൊടുത്തു. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കരുത്. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയെങ്കിലേ ഇത് പൊങ്ങി വരികയുള്ളൂ. അപ്പം എന്താ അപ്പുറം ഇപ്പുറമൊക്കെ പെട്ടെന്ന് മറച്ചിടണം. അപ്പം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആയതിന് ശേഷം കുറച്ച് പശു നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ചുട്ടെടുക്കുക. അടുത്തതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മറച്ചിട്ടണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് മറച്ചിടുക. അപ്പം നമ്മൾ ആലു പൊറോട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.